ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് ഒരു പുഡിംഗ് റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ ഒക്കേഷൻ ആയാലും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുഡിംഗ് കഴിക്കാനൊക്കെ തോന്നുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായ ടേസ്റ്റിലുള്ള ഒരു പുഡിംഗ് ആണിത്. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ഒരു കപ്പിലേക്ക് കറക്റ്റാണ്. ഇതിലും കൂടുതൽ ആവരുത്. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞു തരാം. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2 ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കസ്റ്റാർഡ് പൗഡർ ഡയറക്റ്റ് പാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ പാലോ അല്ലെങ്കിൽ വെള്ളമോ മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ ഞാൻ കോൺഫ്ലോർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, അപ്പോഴും ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കോൺഫ്ലോർ നിങ്ങൾ ചേർക്കുമ്പോൾ അതിലേക്കൊരു ഫ്ലേവറിനായിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇനിയിപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ ഒന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോബെറി എസൻസ് ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കോൺഫ്ലോർ ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും. പക്ഷേ കസ്റ്റാർഡ് പൗഡർ പെട്ടെന്ന് കുക്കായി വരില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് വേണ്ട, അതിന് മുന്നേ തന്നെ ഇത് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇവിടെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് വേണം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പാക്കിലായിട്ട് വരുന്ന ചോക്ലേറ്റ് കേക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വാനില കേക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അത് ഓരോന്നോരോന്നായി എടുത്തിട്ട് ട്രേയിലോട്ട് സെറ്റ് ചെയ്യാം. നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇങ്ങനെ പീസായിട്ട് വെക്കണം എന്നില്ല. നിങ്ങളുടെ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് വെച്ച് കൊടുത്താലും മതി. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ളൊരു കേക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില കേക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡും യൂസ് ചെയ്യാം. ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം ബ്രെഡ് യൂസ് ചെയ്താൽ മതി. പക്ഷേ ബ്രെഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഷുഗർ സിറപ്പ് പോലെ എന്തെങ്കിലും ആയിട്ട് വെറ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ കഴിവതും നിങ്ങൾ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്ക് എടുക്കാൻ നോക്കുക. അതാണ് ഒന്നും കൂടിയും ടേസ്റ്റ്. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചൂട് മാറാനായിട്ട് മാറ്റി വെച്ച ആ കസ്റ്റാർഡ് മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് കേക്ക് വെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്താൽ ഒന്നും കൂടെ നന്നായിരിക്കും. അപ്പം ഞാൻ കസ്റ്റാർഡ് മിക്സിൽ അധികം മധുരം ഇടണ്ടെന്ന് പറയാനുള്ള കാരണം നമ്മുടെ കേക്കിൽ ഓൾറെഡി അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സിൽ കുറച്ച് കൂടുതൽ മധുരം ഇട്ടാൽ കഴിക്കുമ്പോൾ നല്ല ഹെവി മധുരമായി പോകും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഓവറായിട്ടും മധുരം ചേർക്കേണ്ടെന്ന് പറഞ്ഞത്. കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ബിസ്ക്കറ്റ് കൈകൊണ്ടൊന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേഷനായിട്ട്.
ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് ഒരല്പം ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു 3 മണിക്കൂറേ ഇത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുള്ളൂ. 3 മണിക്കൂറിന് ശേഷം ഇതാ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കേക്കിൻ്റെ ഷേപ്പോട് കൂടിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ കോരി കഴിക്കുന്ന രൂപത്തിൽ അങ്ങനെ എടുക്കാം. എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. പിന്നെ നിങ്ങളിത് തണുപ്പിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് പുഡിങ്ങിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഈ കസ്റ്റാർഡും ചോക്ലേറ്റ് കേക്കും ഒരു പ്രത്യേക കോമ്പിനേഷൻ തന്നെയാണ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചോക്ലേറ്റ് കേക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ വാനില കേക്കൊക്കെ എടുക്കാൻ പാടുള്ളൂ. ഇത് നല്ലൊരു കോംബോ ആണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്